നമസ്കാരം, സഹ്യ ന്യൂസിലേക്ക് സ്വാഗതം. 359 മൃതദേഹങ്ങൾ, ചെലവ് 2.7 കോടി, വസ്ത്രങ്ങൾക്ക് 11 കോടി. വയനാട്ടിൽ ചെലവിട്ട കണക്ക് വിശദീകരിച്ച് സർക്കാർ. വയനാട് ദുരന്തത്തിൽ മരിച്ച 359 പേരുടെ മൃതദേഹങ്ങൾ സംസ്കരിച്ചതിന് ചെലവായത് 2,76,75,000 രൂപ. ഒരു മൃതദേഹം സംസ്കരിക്കുന്നതിന് 75,000 രൂപയാണ് ഇതനുസരിച്ച് ചിലവ് വരിക. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് ഹൈക്കോടതി സ്വമേധയാ എടുത്ത ഹർജിയിൽ സർക്കാർ നൽകിയ കണക്കുകളാണിത്. ഓഗസ്റ്റ് 17-നാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ആകെ 1,555 വീടുകൾ പൂർണ്ണമായും 452 വീടുകൾ ഭാഗികമായും തകർന്നു. വസ്ത്രങ്ങളും പാത്രങ്ങളുമെല്ലാം തകർന്ന വകയിൽ വലിയ നഷ്ടമുണ്ടായി. 2,500 രൂപ വീതം വസ്ത്രങ്ങളും പാത്രങ്ങളും വാങ്ങാൻ നൽകുന്ന വകയിൽ ചെലവായത് ആകെ 11 കോടി രൂപയാണ്. ദുരന്തത്തിനു ശേഷം അടുത്ത 90 ദിവസത്തേക്ക് ദുരിതബാധിതർക്ക് ദിവസം 300 രൂപ കണക്കിൽ ആകെ നൽകുന്നത് 5.42 കോടി രൂപ. സൈനികരുടെയും വോളണ്ടിയർമാരുടെയും യാത്രാ ചെലവിനത്തിൽ 4 കോടി രൂപ. ഇവർക്കുള്ള ഭക്ഷണം, വെള്ളം ചെലവ് ഇനത്തിൽ 10 കോടി രൂപ. ഇവരുടെ താമസ ചെലവ് 15 കോടി രൂപ. ഇവർക്കുള്ള വൈദ്യസഹായത്തിന് 2.02 കോടി രൂപ. ദുരിതബാധിതരെ ഒഴിപ്പിക്കുന്നതിന് 12 കോടി രൂപ. ബെയിലി പാലത്തിന്റെ നിർമ്മാണത്തിന് 1 കോടി രൂപ. ടോർച്ച്, മഴക്കോട്ട്, കുട, ഗംബൂട്ടുകൾ തുടങ്ങിയവ വാങ്ങിയതിന് 2.98 കോടി രൂപ എന്നിങ്ങനെയാണ് കണക്കാക്കിയിരിക്കുന്നത്. ദുരന്ത സ്ഥലം പ്രധാന പട്ടണങ്ങളിൽ നിന്നും അകലെയായതിനാലാണ് ചെലവ് കുത്തനെ വർദ്ധിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ദുരന്തത്തിൽ അകപ്പെട്ടവരുടെ തിരച്ചിലിനും രക്ഷപ്പെടുത്തുന്നതിനുമായി 150 യന്ത്രങ്ങളാണ് ഉപയോഗിച്ചത്. IBOD, ഡ്രോൺ, റഡാറുകൾ തുടങ്ങിയവയ്ക്ക് 3 കോടി രൂപ. JCB, ഹിറ്റാച്ചി, ക്രെയിനുകൾ എന്നിവയ്ക്ക് 15 കോടി രൂപ. മൃതദേഹങ്ങളുടെ DNA പരിശോധനയ്ക്ക് 3 കോടി രൂപ എന്നിങ്ങനെയാണ് ചെലവ്. ക്യാമ്പിലുള്ളവർക്ക് ഭക്ഷണ ഇനത്തിൽ 8 കോടി രൂപ, വസ്ത്രങ്ങൾക്ക് 11 കോടി രൂപ, വൈദ്യസഹായം 8 കോടി രൂപ, ജനറേറ്റർ 7 കോടി രൂപ എന്നിങ്ങനെയാണ് ചെലവ്. സൈനികർ, ദുരിതബാധിതർ, മൃതദേഹങ്ങൾ, VIP-കളുടെ സന്ദർശനം എന്നിവയ്ക്കായി വ്യോമസേനയ്ക്ക് 17 കോടി രൂപ. ദുരന്ത മേഖലയിൽ അകപ്പെട്ട വീടുകളിൽ 1 മാസത്തേക്ക് കുടിവെള്ളം വിതരണം ചെയ്യുന്നതിന് 3 കോടി രൂപ. ഉരുൾപൊട്ടൽ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിന് ദിവസം 60 ലക്ഷം രൂപ വീതം 2 മാസത്തേക്ക് 36 കോടി രൂപയാണ് ചെലവ് വരിക. വെള്ളക്കെട്ടുകൾ നീക്കുന്നതിന് 3 കോടി രൂപയും ചെലവുണ്ട്. കാർഷിക ഭൂമിയിൽ നിന്നും ചെളിയും മറ്റും നീക്കം ചെയ്യുന്നതിന് ഹെക്ടറിന് 18,000 രൂപ കണക്കിൽ ആകെ ചെലവ് 64.62 ലക്ഷം രൂപ. കാർഷിക ഭൂമി നഷ്ടമായവർക്ക് ഹെക്ടറിന് 47,000 രൂപ കണക്കിൽ ആകെ 47 ലക്ഷം രൂപ. പ്രദേശത്ത് ഏലം, കാപ്പി കർഷകർക്ക് 80.77 ലക്ഷം രൂപ. മറ്റു വിളകൾ നശിച്ചു പോയവർക്ക് 6.30 ലക്ഷം രൂപ. പശുക്കളെ നഷ്ടമായവർക്ക് 84.37 ലക്ഷം രൂപ. ആടുകൾ നഷ്ടമായവർക്ക് 6.48 ലക്ഷം രൂപ. കോഴി കർഷകർക്ക് 1 ലക്ഷം രൂപ. കന്നുകാലികൾക്കുള്ള ക്യാമ്പ് നടത്തിപ്പിന് 78,000 രൂപയും ചെലവായി.